ആ സമയത്തൊക്കെ എനിക്ക് പലപ്പോഴും ഇനി പറ്റത്തില്ല, നിർത്തിപ്പോണം എന്നൊക്കെ ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഈസി ആയിട്ട് അങ്ങ് ഗിവ് അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആയിരുന്നില്ല ഇവിടെ. കാരണം എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്കും അങ്ങനെ പിന്നിലോട്ട് പോകണമെന്ന് തോന്നിയില്ല. ഹായ്, എൻ്റെ പേര് ദേവി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. 2024 ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആയത്. ഡിഗ്രിക്ക് ശേഷം പെട്ടെന്നൊരു സ്റ്റേബിൾ ജോബായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെയാണ് ഞാൻ ബാങ്കിങ് ചൂസ് ചെയ്തത്. അതിനായിട്ട് നല്ലൊരു കോച്ചിങ് സെൻറ്റർ ഒരുപാട് അന്വേഷിച്ചപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട പേര് ICD ആയിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ജൂണിൽ ഞാൻ ICDയിൽ ജോയിൻ ചെയ്തത്. അതായിരുന്നു ഞാനെടുത്ത വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ്. കഴിഞ്ഞ IDBI ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അതിനെനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത് എൻ്റെ പാരൻസിനോടും JK സാറിനോടും ICDയിലെ മറ്റെല്ലാ ഫാക്കൽറ്റീസിനോടും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സിനോടുമാണ്. ആദ്യം ഇവിടെ വന്ന സമയത്തൊന്നും എനിക്ക് ബാങ്ക് എക്സാംസിനെ പറ്റിയോ എങ്ങനെ പഠിക്കണമെന്നോ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നോ യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ്സൊക്കെ ഞാൻ മാക്സിമം അതുപോലെ തന്നെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാത്സൊക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമായിരുന്നെങ്കിലും സ്പീഡൊക്കെ വളരെ കുറവായിരുന്നു ആദ്യം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ നല്ല വീക്കായിരുന്നു. പക്ഷേ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റും ITSഉം ഒക്കെ ഒരുപാട് സ്പീഡ് കൂട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ആദ്യമൊക്കെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്കോറൊക്കെ ഒരുപാട് കുറവായിരുന്നു. ബിലോ 20 ഒക്കെ ആയിരുന്നു ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് പലപ്പോഴും ഇനി പറ്റത്തില്ല, നിർത്തിപ്പോണം എന്നൊക്കെ ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഈസി ആയിട്ട് അങ്ങ് ഗിവ് അപ്പ് ചെയ്യാൻ പറ്റുന്നൊരു എൻവയോൺമെന്റ് ആയിരുന്നില്ല ഇവിടെ. കാരണം എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്കും അങ്ങനെ പിന്നിലോട്ട് പോകണമെന്ന് തോന്നിയില്ല. ഞാൻ അവരുടെ കൂടെ തന്നെ അങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ക്ലാസ്സിലായാലും ഫാക്കൽറ്റീസും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ആ സമയത്ത് ഞാനും ICDയിൽ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു ഇതുപോലെ. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും ഈ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് കടന്നു പോയത്. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അങ്ങനെ ഞാൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എഴുതിയ എക്സാം ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ RRB PO പ്രിലിംസ്. അന്ന് എനിക്ക് എൻ്റെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റി. അതെനിക്കൊരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ അങ്ങോട്ട് പ്രിലിംസ് എല്ലാം ക്ലിയർ ആയെങ്കിലും മെയിൻസ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. മെയിൻ പ്രശ്നം GK ആയിരുന്നു. GKക്ക് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല ആദ്യം. അതുകൊണ്ട് തന്നെ മെയിൻസ് ഒന്നും അങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. സാർ ആദ്യമൊക്കെ GK പഠിക്കണമെന്ന് ക്ലാസ്സിൽ പറയാറുണ്ടായിരുന്നെങ്കിലും GK എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ ആദ്യമൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അത് ഞാൻ ചെയ്തൊരു വലിയ മിസ്റ്റേക്കായിരുന്നു. ഇവിടുത്തെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഡെയിലി 2-3 മോക്ക് ടെസ്റ്റ് ഒക്കെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസ്സസൊക്കെ ഇവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് വേറൊരു സോഴ്സും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ പഠിക്കാനാണെങ്കിൽ ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനായിരുന്നു. ഇപ്പോൾ ഡെയിലി ഒരുപാടൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്ത് അതൊന്ന് സോൾവ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിരുന്നു. ഇനി വരുന്ന ആസ്പിരൻസിനോട് എനിക്ക് പറയാനുള്ളത് എല്ലാ സബ്ജക്ട്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ വിത്തിൻ 6 മന്ത് കൊണ്ട് തന്നെ നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.